5 പേർക്കുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ആയിരിക്കും ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ശേഷം വറുത്തെടുക്കാം. അപ്പോൾ വറുത്ത് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് പൊരിച്ചെടുക്കാൻ വേണ്ട, ഒരു മീഡിയം രീതിയിൽ നമ്മളത് വറുത്തെടുത്താൽ മതി. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ചെമ്പ് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 7 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിയിട്ട് കഴിഞ്ഞാൽ ഒരു 3 സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളി, ഒരു 4 തക്കാളി, ഒരു 10 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തൈര് 2 ടീസ്പൂണ്, പിന്നെ നമ്മൾ പൊരിച്ച കോഴിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത്തിരി മല്ലിയിലയും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു പിടി. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അതിന് മുകളിലായിട്ട് നമുക്കൊരു സവാള അതുപോലെ വറുത്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ 4 ലിറ്റർ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, സാജീരകം, ജാതിപത്രയൊക്കെ തേച്ച് ഒരു അരമുറി നാരങ്ങയും ചേർത്ത് നമുക്ക് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കിലോ ഇന്ത്യ ഗേറ്റ് റൈസ് 20 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം അത് ഇട്ട് ഒരു 95% നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റോളം നമുക്കിത് വേവിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചോറ് വെന്ത് കിട്ടും. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ എല്ലാ റൈസ് ഇതുപോലെ തട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 100 മില്ലി നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. ബിരിയാണി എസൻസ് ഒരു 4 തുള്ളി അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് സവാള പൊരിച്ചും കൂടെ ഉണ്ടെങ്കിൽ മേലെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അത് ഈ വറവ്, ഈ സവാള വറക്കൽ, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബിരിയാണിയോടെ സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു പുതിയ ഐറ്റംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.